എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും പുതിയ വാഹനങ്ങൾ മേടിക്കുന്നവരാണ്. ടൂ വീലർ ആണെങ്കിലും കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുതിയതായിട്ട് വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് അത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൂ വീലർ ഷോറൂമിലേക്ക് പോയി നമ്മളൊരു പുതിയ വാഹനം വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് 5 വർഷത്തേക്കുള്ള ഇൻഷുറൻസാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്ന സെയിൽസിൻ്റെ ആൾക്കാർ നമ്മളോട് പറയും 5 വർഷത്തേക്കുള്ള ഇൻഷുറൻസാണ് സാറിന് കിട്ടുന്നതെന്ന് പറയും. അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം, എൻ്റെ വാഹനത്തിന് 5 വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട്, അപ്പോൾ ഇനി 5 വർഷം കഴിഞ്ഞ് ഇൻഷുറൻസ് എടുത്താൽ മതി എന്നുള്ള ഒരു ചിത്രമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഇങ്ങനെ വരികയും നമ്മുടെ വാഹനം രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് രജിസ്റ്റർ നമ്പറൊക്കെ കിട്ടിയ ശേഷം ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു സൈറ്റിൽ കയറി നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ അടിക്കുമ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാലാവധി ഒരു 5 വർഷത്തിന് ശേഷമുള്ള ഡേറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷവാനമായിട്ട് നമ്മൾ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആരും അറിയാത്ത ഇതിലൊരു കെണി നമ്മുടെ കയ്യിലുണ്ട്. കെണി എന്ന് പറഞ്ഞാൽ നമ്മളത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വില നമ്മൾ നൽകേണ്ടി വരുന്ന ഒരു കെണിയാണ് അതിലുള്ളത്. നമ്മൾ വാഹനമെടുക്കാൻ പോകുന്ന ഷോറൂമിൽ ചിലപ്പം അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് നമ്മളോട് ഇത് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ ഒരു ബിസി ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ഇത് ഓർത്തു വെക്കണമെന്നില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ അതിന് നിങ്ങൾ നൽകേണ്ട വില ഒരുപാടായിരിക്കും. കാരണം നമ്മൾ വാങ്ങിക്കുന്ന വാഹനം ഒന്നുകിൽ ലോൺ എടുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും നമ്മൾ വാഹനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ നമ്മളുടെ അശ്രദ്ധ മൂലം നമുക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം വളരെയേറെ വലുതാണ്. അപ്പോൾ അതെന്താണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വാഹനം ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഉദാഹരണമായിട്ട് ഞാൻ ആദ്യം പറയുന്നത് ഒരു ടൂ വീലറിൻ്റെ കാര്യമാണ്. നമ്മളൊരു ടൂ വീലർ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഇൻഷുറൻസ് 5 വർഷത്തേക്കുള്ള ഇൻഷുറൻസാണ്. ഈ 5 വർഷത്തേക്കുള്ള ഇൻഷുറൻസിൽ നമുക്ക് ആദ്യത്തെ വർഷം അതിൻ്റെ കവറേജ് എന്ന് പറയുന്നത് ഓൺ ഡാമേജും TPയും മാത്രമാണ്. തൊട്ടടുത്ത 4 വർഷത്തേക്ക് വരുന്നത് തേർഡ് പാർട്ടി കവറേജ് മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നിങ്ങളുടെ ഇൻഷുറൻസ് എടുത്ത് നോക്കിയാൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിൽ 3 ഭാഗങ്ങളായിട്ട് അതിനെ കാണിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഭാഗത്ത് അതിൻ്റെ ഓൺ ഡാമേജ് ഡേറ്റ് എന്നും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ തേർഡ് പാർട്ടി ഡേറ്റ് എന്നും വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് എടുത്ത് പരിശോധിക്കാമെങ്കിൽ അത് കാണാവുന്നതാണ്. ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന് തേർഡ് പാർട്ടി കവറേജ് മാത്രമേ ഉള്ളൂ. തേർഡ് പാർട്ടി കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനം പോയി മറ്റൊരു വാഹനത്തെ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ കസ്റ്റോഡിയന് അല്ലെങ്കിൽ ആ വാഹനത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വാഹനത്തിന് ഉണ്ടാകുന്ന നഷ്ടം അത് 1 ലക്ഷം രൂപയുടെ നഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ 50,000 രൂപയുടെ നഷ്ടമാണെങ്കിൽ എത്ര എമൗണ്ട് നഷ്ടമാണെങ്കിലും നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി വാഹനം ശരിയാക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ വർഷം നിങ്ങൾ സ്റ്റാൻഡ് അലോൺ ഓഡി അല്ലെങ്കിൽ SAOD എന്ന പ്രീമിയം പുതുക്കേണ്ടതായിട്ട് വരുന്നു. 5 വർഷത്തെ പ്രീമിയമുള്ള നമ്മുടെ ബൈക്കിന് അല്ലെങ്കിൽ സ്കൂട്ടറിന് ആദ്യത്തെ 1 വർഷം മാത്രമാണ് ഈ 2 കവറേജും ഉള്ളത്. രണ്ടാമത്തെ വർഷം SAOD നമ്മൾ പുതുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ, അപകടം മൂലം എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിന് യാതൊരു കാരണവശാലും ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ തുക നൽകുന്നതല്ല. അപ്പോൾ SAOD നമ്മൾ പുതുക്കാൻ ശ്രമിക്കുക. ഇതിന് SAOD എന്നാണ് പറയുന്നത്, സ്റ്റാൻഡ് അലോൺ ഓഡി എന്നാണ് പറയുന്നത്. അതിന് ഉള്ള പ്രീമിയം നമ്മൾ പുതുക്കിയെങ്കിൽ മാത്രമേ അപകടങ്ങൾ മൂലം നമ്മുടെ വാഹനത്തിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ തുക നൽകുകയുള്ളൂ. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോയിൽ പറയുന്നത് ടൂ വീലർ അല്ലെങ്കിൽ സ്കൂട്ടർ എടുക്കുന്ന കസ്റ്റമേഴ്സിനും പ്രൈവറ്റായിട്ട് ഓട്ടോറിക്ഷ എടുക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ്. കാരണം പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്കും ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നത് 3 വർഷത്തെ ഇൻഷുറൻസാണ്. പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്കും സ്കൂട്ടറിനും ബൈക്കിനും ഉള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്കും ഇങ്ങനെ തന്നെയാണ്. 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ് നമ്മുടെ വാഹനം ഷോറൂമിൽ നിന്നും വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
അതും ഇതുപോലെ തന്നെയാണ്. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം അതിൻ്റെ SIOD പുതുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. SIOD പുതുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ അറിയാതെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അജ്ഞത കൊണ്ട് വരുന്നതാണ്. നമ്മളുടെ രജിസ്റ്റേർഡ് ഓണർ ആരാണോ ആ രജിസ്റ്റേർഡ് ഓണർ പേരിലുള്ള PA കവറേജും ആദ്യത്തെ 1 വർഷത്തിന് ശേഷം കട്ടായി പോകും. പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് അല്ലെങ്കിൽ PA കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറും ഡ്രൈവറും ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം കൊണ്ടുവന്ന് അപകടം സംഭവിച്ച് മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനി ആരാണോ ആ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനി നൽകേണ്ട തുകയായ 15 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ഉണ്ട്. ആ കവറേജാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഈ ബണ്ടിൽഡ് പോളിസി 3 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ബണ്ടിൽഡ് പോളിസി കിട്ടുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, അത് 2 വീലർ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് ഓട്ടോറിക്ഷ രജിസ്റ്റർ ചെയ്യുന്ന സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമായുള്ള കാര്യമാണ്. അതിൻ്റെ തൊട്ടടുത്ത വർഷം, രണ്ടാമത്തെ വർഷം തന്നെ ഏത് ഇൻഷുറൻസ് കമ്പനിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് SIOD പുതുക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റിന് മുമ്പ് തന്നെ പുതുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ഈ വാഹനം ഡേറ്റ് കഴിഞ്ഞാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഈ വാഹനം ഇൻസ്പെക്ഷന് വിധേയമാക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഡേറ്റിന് മുമ്പ് തന്നെ ഈ SIOD പുതുക്കി അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജും എടുത്തു വെച്ച് നിങ്ങളുടെ സൈഡും വാഹനത്തിൻ്റെ സൈഡും സേഫാക്കാൻ ശ്രമിക്കുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാവരും. പുതിയ ഒരു വീഡിയോയുമായി ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.